കയ്പ്പയ്ക്ക കൊണ്ടാട്ടം എല്ലാവരും കഴിച്ചിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾ ഇതേപോലെ കഴിച്ചിട്ടുണ്ടോ? നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്ത കയ്പ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക ഇതേപോലെ കുരു ഒന്നും കളയാതെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് വേവിച്ചെടുക്കണം. ഈ വേവിച്ചെടുത്ത പാവയ്ക്കേനെ ഒരു ഷീറ്റിലേക്ക് പകർത്തി മാറ്റിയിട്ട് നല്ല വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുക്കണം. ഈ കൊണ്ടാട്ടമാകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വറുത്ത് കഴിക്കാം, നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമല്ലോ. സംഭവം ഈ പാവയ്ക്ക് ഉണങ്ങി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ചെറുതായിപ്പോവും. പക്ഷേ എണ്ണയിലിട്ട് വറുക്കുമ്പോൾ നല്ലോണം വലുതായും കൂടെ വരും കേട്ടോ. പിന്നെ എണ്ണയിലിട്ട് വറുക്കുമ്പോൾ ശ്രദ്ധിക്കണം, സിമ്മിലിട്ടിട്ട് വേണം വറുക്കാനായിട്ട്. കാരണം നമ്മൾ ഓൾറെഡി വേവിച്ച പാവയ്ക്കായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ല പുളിയുള്ള മോര് കൂട്ടാനും അതേപോലെ തന്നെ ഈ പാവയ്ക്ക കൊണ്ടാട്ടനും കൂടി ഉണ്ടെങ്കിൽ ഊണ് കുശാലാവും കേട്ടോ. അപ്പോൾ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലത്തെ റെസിപ്പീസ് ഇനിയും വേണമെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ.